എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മെയ് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ മെയ് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Cups, High Priestess, Six of Cups, King of Swords, Ten of Cups, Page of Swords. ആദ്യം തന്നെ കിങ് ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവേ ഒരു സന്തോഷം നിറഞ്ഞൊരു മാസമായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ ഫാമിലി ലൈഫ്, ഹസ്ബൻഡ് വൈഫ് തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾ തമ്മിൽ നല്ലൊരു ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് അധികം നാളാവുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ തീരുമാനിച്ചിരുന്ന പല കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രാരബ്ധം സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പല ബന്ധങ്ങളും, അതായത് ഡിവോഴ്സിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് ആ ബന്ധം നിലനിർത്താൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ അത് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ബന്ധത്തിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം നിങ്ങളുടെ ഇടയിൽ, അതായത് ഇത് ഭാര്യ ഭർത്താവ് ആയതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് മാറി രണ്ടുപേരും ഒരുമിച്ചൊരു നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ, അതായത് രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാനുള്ളൊരു സാഹചര്യമാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. ഒരു ഇമോഷണലി വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ബന്ധം. പിന്നെ പലരെയും സംബന്ധിച്ച് ഈ ഒരു മാസം ഒത്തിരി വളരെ ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പെട്ടെന്ന് സ്ട്രെസ്, ദേഷ്യം, വാശി അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നവർ, അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു എനർജി, അതായത് ഇമോഷണൽ സ്റ്റേറ്റ് വളരെയധികം മെച്യൂർ ആയിരിക്കും. നിങ്ങളുടെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായത് സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് ആയവർക്കാണെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ്, അല്ലെങ്കിൽ അടുത്തിടയ്ക്ക് പ്രണയ നൈരാശ്യം ഉണ്ടായിരുന്നവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് എന്നുള്ളൊരു സിറ്റുവേഷൻ, പുതിയൊരു പ്രണയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് പറയാം. ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ മരിച്ചു പോയിട്ടുള്ളവരായിരിക്കാം, മക്കളുടെ വിവാഹം അടുത്തിടയ്ക്ക് കഴിഞ്ഞിട്ടുള്ളവരാണ്, നിങ്ങൾ ഒറ്റയ്ക്ക് ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ. നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങാൻ അല്ലെങ്കിൽ പാർട്ട്ണർ നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതാകാം. ഒരു വിവാഹം കാണിക്കുന്നുണ്ട്. കുറച്ച് പ്രായമായിട്ടുള്ള ആ ഒരു ഫേസിൽ നിങ്ങൾ രണ്ടാമത് ഒരു വിവാഹം കഴിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് ചുറ്റുപാടുമുള്ള ആളുകൾക്കോ ഈവൻ നിങ്ങളുടെ മക്കൾക്കോ വരെ കുറച്ചധികം താല്പര്യമുള്ളൊരു കാര്യമായിട്ട് കാണുന്നില്ല. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കാം അത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് കിങ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി കണക്ഷൻസ് ഡ്രീംസ്, സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് എന്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയാം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും വരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാവുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങൾ കുറച്ചു ഇൻഡ്യൂട്ടീവാണ്. നിങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾ കാലേക്കൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചില സീക്രട്സ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിയുന്ന ഒരു സിറ്റുവേഷൻ ആകാം.
അത് നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും എന്നോ ഭയം കൊണ്ട് പുറത്ത് പറയാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലത്തെ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും മറ്റുള്ളവരിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. ചില ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടാവാം. ഇപ്പം ജോലി ഉള്ളവരാണെങ്കിൽ ജോലി നിർത്തി ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ചിലപ്പോൾ വീട്ടമ്മമാരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ജോലി ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ ജോലി ഇല്ലാത്തത് കൊണ്ട് പുതിയൊരു അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പുതിയൊരു ജോലിയോ എന്തെങ്കിലും വേണം, ഒരു വരുമാനം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് വരുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ ഹൈ പ്രീസ്റ്റേഴ്സ് ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളുടെ ചില കാര്യങ്ങളായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതങ്ങനെയല്ല അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളും പല തോന്നലുകൾ ഉണ്ടാവാം. അത് വെറും തോന്നലായിട്ട് കരുതി മാറ്റി വയ്ക്കാതെ നിങ്ങളുടെ പല തോന്നലുകളും അതായത് നിങ്ങളുടെ ചിന്തകൾ പലതും ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത. ഇപ്പോൾ നിങ്ങൾ എവിടേക്കെങ്കിലും ഇറങ്ങുകയാണ്, അപ്പോൾ ഇന്ന് പോകണ്ട, ഒരു അപശകുനം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, എന്തൊരു ഫീലിംഗ് വരുന്നുണ്ട്, എന്തൊരു ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീല്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഇറങ്ങുന്നിടത്ത് അന്ന് പോകാതിരിക്കുക, അത് ഒഴിവാക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലേക്ക് പോകുന്നു, അപ്പോൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി കുറച്ച് ദിവസങ്ങളായിട്ട് അതുമായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ നെഗറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ അതൊരു വേറൊരു തോന്നലായിട്ട് മാറ്റി വയ്ക്കാതെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ഒന്ന് പുനർചിന്തനം നടത്തുന്നത് നല്ലതായിരിക്കും. കൂടുതലായിട്ട് അന്വേഷിക്കുന്നതും നല്ലതായിരിക്കും. അത് ഏതാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നത് എന്നുള്ളതൊക്കെ. കാരണം ഇവിടെ ചില കാര്യങ്ങൾ വിട്ട് കളയേണ്ടുന്ന ഒരു സിറ്റുവേഷനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പലതും നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ടേക്ക് എടുക്കേണ്ടാത്ത കാര്യങ്ങൾ, നിങ്ങൾ ശരിയായിട്ടുള്ള പാതയിലല്ല, റൈറ്റ് പാത്തിലല്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലിരുന്നിട്ട് ആരോ പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ നിങ്ങളത് വിട്ട് കളയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത്. അതേപോലെ 6 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അതായത് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ളൊരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. കോളേജ് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അതായത് നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളവർ വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴയ സൗഹൃദങ്ങളൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നൽകുന്നത്. ചിലപ്പോൾ ഈ പഴയ സുഹൃത്തുക്കൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുമായിട്ട് ചേർന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സംസാരങ്ങളും കാര്യങ്ങളിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ഒരു ഐഡിയ നിങ്ങളുടെ ലൈഫിൽ ഇതിങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ ചില ആളുകൾ സ്കൂൾ കോളേജ് റീയൂണിയൻ കാര്യങ്ങൾ കാണുന്നുണ്ട്. റീയൂണിയനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുതിയ ആളുകളൊക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നു. അതായത് പഴയ ആളുകൾ, അതായത് പഴയ പരിചയക്കാരായിരിക്കാം, പഴയ സൗഹൃദം ആയിരിക്കാം. പക്ഷെ അന്ന് അവരെങ്ങനെയായിരുന്നു, അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ അവരിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരാളെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് വീണ്ടും സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്, നല്ലൊരു സൗഹൃദമൊക്കെ ഉടലെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ പുതിയ പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന സമയമാണ്. കൂടുതലായിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ്, സ്പോർട്സ്, ആർട്സ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അത് വളരെയധികം പോസിറ്റീവാണ്. പിന്നെ ഈ ഒരു സമയം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ പൊതുവേ നിങ്ങൾ മടിച്ചിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ശരിയാവില്ല, അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ കുറച്ചുകൂടി മെച്ചമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇനി അതുമായിട്ട് ഈ ഒരു രീതിയിലല്ല മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ചിന്തകൾ വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് യാത്രകൾ വരുന്നൊരു സമയം സൂചിപ്പിക്കുന്നുണ്ട്. ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിലപ്പോൾ റിമോട്ട് വർക്ക് സാധ്യമാകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുവരെ റിമോട്ട് വർക്ക് ആയിരുന്നെങ്കിൽ തിരിച്ച് ജോലിയിലേക്ക് കയറേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആകാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും അതല്ലാതെ സൂചിപ്പിക്കുന്നില്ല. പ്രൊമോഷനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട് ചില ആളുകളിൽ. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ
പക്ഷേ ഒത്തിരി നാളായിട്ട് ഇപ്പോൾ റിമോട്ടിലിരിക്കുന്നവർക്ക് തിരിച്ച് ഓഫീസിലേക്ക് പോകുമ്പോൾ ആ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഓഫീസ് വർക്ക് റിമോട്ടിലേക്ക് മാറ്റുന്ന സിറ്റുവേഷനും ആവാം. ഇങ്ങനത്തെയൊക്കെ ഒരു എനർജി സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.